നമസ്കാരം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു നടന്നൊരു വാചകമുണ്ട്. നമ്മുടെ തുറമുഖം ഗ്ലോബൽ ട്രേഡ് ഇക്വിലിബ്രിയം തകിടം മറിക്കും. ശൈലികമ്പരെ അർപ്പിക്കുന്നു. വാസ്തവത്തിൽ അത്തരം വലിയൊരു ലക്ഷ്യമാണ്, അല്ലാതെ ഒരു കേവലം ഇന്ത്യയിലെ മറ്റൊരു പോർട്ട് എന്നുള്ള ആശയം ഒരിക്കലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ലക്ഷ്യം വെച്ചത് ലോക മേൽക്കോയ്മയാണ്, ആഗോള മേൽക്കോയ്മയാണ്. അത്തരം കാര്യങ്ങൾ പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഇന്ന് കൃത്യമായി അതിനൊരു ഉദാഹരണം നമുക്ക് ലഭിക്കുന്നു. ട്രിവാൻഡ്രം ട്രക്കത്തോൺ ഒരു കണ്ടെയ്നർ അയച്ചു തന്നത് റിയാദിൽ നിന്നാണ്, സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് ഷുഹൈബ് ചാലയിലെ വ്യാപാരിയാണ്. പക്ഷെ ഇപ്പോൾ എന്തോ താൽക്കാലികമായി ലീവ് എടുത്ത് റിയാദിൽ പോയി. വ്യാപാരമാണോ ജോലിയാണോ എന്നറിയില്ല. അദ്ദേഹമാണ് എനിക്ക് അയച്ചത്. അപ്പോൾ അദ്ദേഹം അയച്ചു തന്നതിൻ്റെ കൂട്ടത്തിൽ കാറിലിരുന്ന് അദ്ദേഹം വീഡിയോ എടുത്ത് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു പോർട്ട് നഗരത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നി. ദുബായ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു, ദുബായിലാണോ എന്ന് ചോദിച്ചു. കണ്ടെയ്നറുകളുടെ നിര കാണുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദുബായ് അല്ല, റിയാദിലാണ്. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാം, റിയാദിന് പോർട്ടില്ല. റിയാദ് ഉള്ളിലുള്ള ഒരു പ്രദേശമാണ്, നമ്മുടെ ബാംഗ്ലൂർ പോലെ ഉള്ളിലുള്ളൊരു പ്രദേശമാണ്. കടൽ ദമാമാണ് അവരുടെ പോർട്ട്. നമുക്ക് നേരത്തെ ദമാം എന്ന കപ്പൽ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് കണ്ടെയ്നറുകളുടെ തിരക്ക് കണ്ടല്ലോ. അപ്പോൾ ആ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ പതിവ് പോലെ കണ്ടെയ്നർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ടിയാൻജിൻ, ചൈനയിലെ ടിയാൻജിനിൽ നിന്നാണ്. എത്തിയിരിക്കുന്നത് ജദ്ദ പോർട്ടിലാണ്, റെഡ് സീയിലുള്ള ജദ്ദ പോർട്ട്. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് പോയിരിക്കുന്നു. എൻ്റെ പ്രത്യേകത 57 ദിവസമാണ് ഇത് എടുത്തിരിക്കുന്നത്. 57 ദിവസം. നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഇതുവരെയും മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കപ്പൽ പുറപ്പെട്ടത് 9/6/25 ടിയാൻജിൻ. നേരെ ഓടി വരാമെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു 10 ദിവസം, അവിടെ നിന്നൊരു 4-5 ദിവസം കൊണ്ട് ജദ്ദയിലെത്താം. അപ്പോൾ 15 ദിവസം കൊണ്ട് ജദ്ദയിലെത്താവുന്ന ഒരു കപ്പൽ എടുത്തിരിക്കുന്നത് 57 ദിവസമാണ്. അപ്പോൾ നോക്കുമ്പോൾ ടിയാൻജിൻ 9/6 ടിയാൻജിൻ, പിന്നെ വരുന്നത് ഷെക്കോ, അവരുടെ ഷെക്കോ പോർട്ടിലാണ്. ഷെക്കോ എന്ന് പിന്നെ തിരിക്കുന്നത് 12/7 അപ്പോൾ ഏകദേശം ഒരു മാസം ചൈനയിലെ തന്നെ പോർട്ട് എടുക്കുന്നുണ്ട്. കാരണം ഒരു പോർട്ടല്ല, അവർ പല പോർട്ടുകൾ കണക്ട് ചെയ്തിട്ടാണ് പിന്നെ യാത്ര തുടരുന്നത്. അങ്ങനെ ഷെക്കോ 12/7/26, 4/8/26 ജദ്ദയിൽ ഡിസ്ചാർജ് ചെയ്യുന്നു. 57 ദിവസം. നമ്മൾ ഈ അഡ്വാൻറ്റേജാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ തുറമുഖത്തു നിന്ന് കയറ്റാമെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ട് ജദ്ദയിലെത്താം. 5 ദിവസം, ഇവിടെ 57 ദിവസം എടുക്കുന്നു. നമ്മൾ ആഗോളതലത്തിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗോളതലത്തിൽ ഈ അഡ്വാൻറ്റേജ്, മിഡിൽ ഈസ്റ്റ് ആയാലും ആഫ്രിക്ക ആയാലും യൂറോപ്പ് ആയാലും, ഏറ്റവും കൂടുതൽ ഈ സൈഡിലാണ് ട്രാഫിക്. ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങിയാൽ, നമ്മുടെ ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങിയാൽ ഇത്രയും അഡ്വാൻറ്റേജ്, ഇത്രയും നേരത്തെ 50 ദിവസം നേരത്തെ എത്തുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. നമ്മുടെ വ്യവസായി ഇപ്പോൾ പറഞ്ഞല്ലോ, 1 ലക്ഷം ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ ലാഭിക്കുന്നതല്ല, അതിൻ്റെ സൈക്കിൾ പൂർത്തിയാക്കുമ്പോൾ അതിനേക്കാൾ വളരെ വളരെ മെച്ചമാണ് നമ്മുടെ തുറമുഖത്ത് നിന്ന് ചരക്ക് അയക്കുമ്പോൾ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ 28-35%, 28% to 35% ഓഫ് ഓൾ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഈസ് ഫ്രം ചൈന. നിലവിൽ 28-35%, ലോകത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 28-35% ചൈനയിൽ നിന്നാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ്? യുണീഡോ പ്രൊജക്ഷൻ സൈറ്റഡ് ഇൻ ഇന്ത്യസ് ഇക്കണോമിക് സർവേ 24-25 സേസ് ചൈന ഈസ് ഓൺ ട്രാക്ക് ഫോർ 45% ഓഫ് ഓൾ ഗ്ലോബൽ മാനുഫാക്ചറിങ്. ഇപ്പോൾ 28-35 എന്നുള്ളത് സമീപ ഭാവിയിൽ 45% ഉയരും. ഏകദേശം പകുതി, ലോകത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ പകുതി ചൈനയിലാണ്. അതങ്ങനെ നമ്മൾ പൂർണ്ണമായും വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ? A level of concentration seen only twice before in history. ചരിത്രത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് ഇത്തരത്തിലൊരു മാനുഫാക്ചറിങ് കോൺസെൻട്രേഷൻ ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. എവിടെയൊക്കെയാണ്? ബൈ ദ UK അറ്റ് സ്റ്റാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വ്യാവസായിക വിപ്ലവം തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന 45% അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു ശതമാനത്തിൻ്റെ ഉൽപ്പാദനം UK നടന്നു. അത് കഴിഞ്ഞിട്ട് US ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് 1945 കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്കയാണ് ലോകത്തിൻ്റെ സപ്ലൈ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത്. നിയന്ത്രിക്കുകയല്ല, ഉൽപ്പാദനം മുഴുവൻ അവിടെയാണ് നടന്നത്.
അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചൈന ഏറ്റെടുത്തിരിക്കുന്നത്. ചൈനയുടെ വളർച്ച എങ്ങനെയാണ്? ഇൻ ഷോർട്ട്, അബൌട്ട് 1 in 3 things മെയ്ഡ് ഇൻ ദി വേൾഡ് ടുഡേ ഈസ് മെയ്ഡ് ഇൻ ചൈന. 3 സാധനങ്ങളിൽ ഒരെണ്ണം ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് ബൈ വോളിയം ഗ്രോത്ത്, that in 1 in 3 is heading toward almost 1 in 2. 3-ൽ 1 ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ വോളിയം ഗ്രോത്ത് ഒക്കെ വെച്ച് കണക്കാക്കുമ്പോൾ 2-ൽ 1 മാറും. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 2 സാധനങ്ങളിൽ ഒരെണ്ണം ചൈനയിലായിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഇവിടെയും ചൈനയിൽ ഇങ്ങനെ വന്ന് ഡംപ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ളിടത്താണ് തുടക്കത്തിൽ പറഞ്ഞ ഗ്ലോബൽ ട്രേഡ് ഇക്വിലിബ്രിയം നമ്മുടെ തുറമുഖം മാറ്റിമറിക്കുമെന്ന് പറയുമ്പോൾ 2 കേസ് സ്റ്റഡി നമ്മൾ ലാൻഡ് ഡെവലപ്മെന്റ് സെയിലിംഗ് കമ്പനിയും വെലോക്സ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ്. അവർ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ട്രേഡിംഗ് രംഗത്ത് അല്ലെങ്കിൽ വെയർ ഹൗസ് ലോജിസ്റ്റിക്സ് രംഗത്തൊക്കെയുള്ള ഇന്ത്യയിലെ കമ്പനികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കമ്പനിയാണ് വെലോക്സ. അവരും സെയിലിംഗ് കമ്പനിയും ചേർന്ന് ലാൻഡ് ഡെവലപ്പ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ. അങ്ങനെ 2 പേർ സെയിലിംഗ് കമ്പനിയുടെ ക്ഷണം സ്വീകരിച്ച് 3 പേർ സെയിലിംഗ് കമ്പനിയെ കോൺടാക്ട് ചെയ്തു. ആർക്കും ലാൻഡ് വിൽക്കാൻ താല്പര്യമില്ല. പ്രത്യേകം മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കണം, ആർക്കും ലാൻഡ് വിൽക്കാൻ താല്പര്യമില്ല. 2.5 ഏക്കർ, 1 ഏക്കർ, 12 സെന്റ്, ഇങ്ങനെയാണ് 3 പേർ വന്നത്. ഇവിടെ ഒരു പുതിയ നിയമം നമ്മൾ നിർമ്മിക്കണം. ഇങ്ങനെ ഭൂമി ഉള്ളവരുടെ ഭൂമി സ്വകാര്യ ആവശ്യങ്ങൾക്ക്, മാനുഫാക്ചറിങ്ങിനാവാം, വെയർഹൗസിനാവാം, ലോജിസ്റ്റിക് പാർക്കിനാവാം, എന്താവശ്യത്തിനും കൊടുക്കുന്ന തരത്തിൽ ഗവൺമെന്റ് അതിൻ്റെ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം ലാൻഡുകൾ നമുക്ക് ആഗോള തലത്തിൽ മാർക്കറ്റ് ചെയ്യാം. ഒരെണ്ണം നമ്മുടെ ട്രിവാൻഡ്രം റിംഗ് റോഡിന് സമീപത്തായിട്ടാണ് വരുന്നത്, നവായിക്കുളം. മറ്റൊരെണ്ണം പൂവാറാണ്, വേറൊരെണ്ണം വിഴിഞ്ഞമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യ ഭൂമികൾ അവർക്ക് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ലീസിന് കൊടുക്കുന്ന ഒരു സംവിധാനം നിയമത്തിലൂടെ റെഗുലേറ്റ് ചെയ്യപ്പെട്ട തരത്തിൽ നമ്മൾ മറ്റ് തലവേദനകളൊന്നുമില്ലാതെ നേരത്തെ പറഞ്ഞ പ്ലഗ് ആൻഡ് പ്ലേ തരത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെയർ ഹൗസോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിനോ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തിയാൽ വിദേശ രാജ്യത്തിരിക്കുന്നവർക്ക് അവരുടെ ക്യാപിറ്റൽ, അവരുടെ ടെക്നോളജി, അവരുടെ മെഷീനറി ഇതെല്ലാം കൊണ്ടുവന്ന് ഉൽപാദനം നടത്തി എക്സ്പോർട്ട് ചെയ്താൽ ഈ ചൈനയുടെ 57 ദിവസം എന്നുള്ളത് നമുക്ക് വളരെ വേഗത്തിൽ 50 ദിവസത്തിനകം ഞങ്ങൾ എത്തിക്കാം, ലോകത്തിന്റെ മാർക്കറ്റിൽ എത്തിക്കാം. 50 ദിവസം എന്നല്ല, ചൈനയുടെ 57 ദിവസത്തിന്റെ സ്ഥാനത്ത് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ 5 ദിവസം, 6 ദിവസം, ആഫ്രിക്ക ആണെങ്കിൽ അതുപോലെ 6, 7, 8 ദിവസം, യൂറോപ്പ് ആണെങ്കിൽ 10, 20, 25 ദിവസം, സുയസ് തുടങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആഗോള സപ്ലൈ ഇവിടുന്ന് നടത്താൻ പറ്റുന്ന തരത്തിൽ ഗവൺമെന്റ് പദ്ധതികൾ ഉണ്ടാക്കണം. ജനങ്ങൾ ഭൂമി തരാൻ തയ്യാറാണ്, വിൽക്കാൻ തയ്യാറല്ല, അവർ തരാൻ തയ്യാറാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും വാടക കൊടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ബിസിനസ് മോഡലായിരിക്കും. ഗവൺമെന്റ് അടിയന്തിരമായി ഈ പറയുന്ന തരത്തിൽ ലാൻഡ് ഡെവലപ്മെന്റ്, ഇങ്ങനെ ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പേർ വരും. വെലോക്സ ഗ്രൂപ്പ് ആ ലാൻഡ് സർവേ ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവരും നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവർക്കും 5 സെന്റ്, 10 സെന്റ്, 50 സെന്റ്, 100 സെന്റ്, 200 സെന്റ് ഒക്കെ ഉള്ളവർക്കും ഈ പറയുന്ന തുറമുഖത്തിന്റെ ബെനിഫിറ്റ് എടുക്കുവാനും ആഗോള ക്യാപിറ്റലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനും കഴിയുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കണം, ഗവൺമെന്റ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്പനിയുടെ ആഗ്രഹവും അഭ്യർത്ഥനയും. ന്യൂസ് ലെറ്ററിന്റെ 84ാമത്തെ ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ്, കാരണം ഇത് ബ്രോഡ്കാസ്റ്റ് മോഡിലാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ വാട്സാപ്പിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ നിങ്ങൾ നമ്പർ സേവ് ചെയ്യാതിരുന്നാലും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സംശയിക്കരുത്, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളിൽ ഔഷധ ഗുണമില്ല. ഈ പറയുന്ന ഒരു മെസ്സേജ് അയക്കുക, അഥവാ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. സേവ് ചെയ്യേണ്ട നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ന്യൂസ് ലെറ്ററിൽ 84 ന്യൂസ് ലെറ്ററിൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ഈ ലാൻഡ് വാടകയ്ക്ക് കൊടുക്കാനോ വിൽക്കാനോ ഉള്ള ലാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകൾ ന്യൂസ് ലെറ്റർ വാങ്ങുക, വായിക്കുക. അതിനകത്ത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറുണ്ട്. കോൺടാക്ട് ചെയ്താൽ മറ്റ് പ്രവർത്തനങ്ങൾ, അനുബന്ധ പ്രവർത്തനങ്ങൾ പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഹരിഹരൻ അയ്യർ, for vertical building there could be restrictions due to the airport
നിയർ ബൈ. നമ്മുടെ ട്രിവാൻഡ്രം വിമാനത്താവളം അടുത്തുള്ളത് കൊണ്ട് ആകാശത്തോട്ടുള്ള നിർമ്മാണത്തിന് ചിലപ്പോൾ തടസ്സമുണ്ടാകും. എനിക്ക് തോന്നുന്നത് വലിയ തടസ്സം വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോർട്ട് ഏരിയ അല്ലെങ്കിൽ ട്രിവാൻഡ്രം റിംഗ് റോഡ് ഇതെല്ലാം ഇതിന് പുറത്താണ്. ഇനി നമ്മുടെ ലാൻഡിങ് ഇതാണെങ്കിൽ തന്നെ നമ്മുടെ പോർട്ട് മേഖല അവിടെയൊക്കെ വെച്ച് വിമാനം വളരെ ഉയരത്തിലാണ് പോകുന്നത്. നമ്മുടെ ലാൻഡ് ചെയ്യുന്ന ഏരിയ ഈ പറയുന്ന മുട്ടത്തറ, ശ്രീവരാഹം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് താഴ്ന്നു വരുന്നത്. നമ്മുടെ അവിടെയൊക്കെ വെച്ച് വിമാനങ്ങൾ വളരെ ഉയർന്നു പോകുന്നുണ്ടാവും. ഇനി അതിന് എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ നിയമം മാറ്റണം. ഗവൺമെന്റിനെ കൊണ്ട് നിയമം മാറ്റിപ്പിക്കണം. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നിയമം മാറ്റിപ്പിക്കണം. കാരണം കേരളം ഒരു യുണീക്ക് പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡ് ആയ ഡെൻസിറ്റി ജനങ്ങൾ താമസിക്കുന്നിടത്ത് ഉത്തർപ്രദേശ് പോലെ ലാൻഡ് ലഭ്യമല്ല. ഉത്തർപ്രദേശിലെ 3000 കോടി രൂപ ജപ്പാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ചിത്രം ഒരു സുഹൃത്ത് അയച്ചു തന്നു. അങ്ങനെ അവർക്ക് ലാൻഡ് ഉണ്ട്, പക്ഷെ നമ്മുടെ സൗകര്യം, നമ്മുടെ പ്രത്യേകത അനുസരിച്ച് നമ്മുടെ ലിമിറ്റഡ് ലാൻഡിൽ വെർട്ടിക്കൽ കൺസ്ട്രക്ഷനെ പറ്റുകയുള്ളൂ. അതിനുള്ള നിയമത്തിൽ മാറ്റം വരുത്തി നമ്മളത് നേടിയെടുക്കണം. ഇൻ സിംഗപ്പൂർ ദർ ഇസ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വേർ ട്രക്സ് ആർ ലോഡഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ട്രക്കുകൾ ഇങ്ങനെ പോയി. അപ്പൊ അദ്ദേഹവും പറയുന്നുണ്ട് സിംഗപ്പൂരിൽ അങ്ങനെ ട്രക്കുകൾ മുകളിൽ പോയി ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്തൊക്കെ വരുന്ന അദ്ദേഹവും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ലാൻഡിന്റെ പ്രത്യേകത, നമ്മുടെ ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകത, ലിമിറ്റഡ് ലാൻഡ്, വെർട്ടിക്കൽ ഗ്രോത്ത് ആണ് ഏറ്റവും അനുയോജ്യം. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്.